അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ എൻ്റെ നാദകളൊട്ടുകച്ചളുടെ വിഷയ ഞങ്ങളുടെ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടിക്കടെ ഞങ്ങളെ കുടുംബ ജീവനാൻ ചൊല്ലത്. ഈ കുടുംബ ജീവനത്തിൽ മാപ്പിള പിഞ്ഞായി സ്വാലിഹത്താമായിട്ടിക്കടെ ആ ഒരു കുടുംബ ജീവനത്തിൽ സമാധാനവും ബറക്കത്തും പിർസപ്പാടുമെല്ലാം ഉണ്ടാവുന്നത്. ഒരു പിഞ്ഞായ ഒരു സ്വാലിഹത്താവുണ്ട് കണ്ടെങ്കിൽ ഔലുബേനായ കടിക്കത്തെ പ്രധാനപ്പെട്ട 6 ഗുണങ്ങളായിട്ടിക്കടെ എൻ്റെ നാദകളൊട്ടുക ചൊല്ലത്. ഇൻഷാ അല്ലാഹ് ഇതൊരു ക്ലാസ്സിൽ നിങ്ങൾ ഒരു മാപ്പിലായവണ് സ്വാലിഹാവുണ്ട് കണ്ടെങ്കിൽ അവനക്ക് ബേനായകടിക്കത്ത ഗുണങ്ങൾ നിങ്ങൾ ചൊല്ലുക. അൽഹംദുലില്ലാ നിങ്ങളെ ക്ലാസ്സിൽ പിറുസ വെക്കണമെങ്കിൽ അത് കേൾക്കണം. ചുമ്മത്താൽമാറുള്ളാർ ചുമ്മത്താൽമാർ ദ്വാർക്കൊണ്ടുകൊണ്ട് വസിയ്യത്താക്കി അങ്ങ് ഉള്ളാർ. അർഹമുർ-റാഹിമീനായ റബ്ബ് അങ്ങനെ എല്ലാവരെയും ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ പരിശുദ്ധമായ ഇസ്ലാമും ചൊല്ലുത് അത് കാലി നിസ്കാരത്തും നോമ്പുകും ഹജ്ജുകും ഇങ്ങനത്തെ കാര്യത്തുക്ക് മാത്രം സീമിതമായിട്ടുള്ളല്ല. നിങ്ങളെ ലൈഫിൻ്റെ പ്രതി ഓരോ ഹന്തത്തിലും പരിശുദ്ധമായ ഇസ്ലാം ഉണ്ടോണ്ടായിട്ടിക്കട്ടെ. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടിക്കട്ടെ നിങ്ങളെ കുടുംബ ജീവനാൻ ചൊല്ലത്. ആ ഒരു കുടുംബ ജീവനത്തിൽ പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാവണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ആ ഒരു പ്രതി ഓരോ വിഷയവും നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായിട്ടിക്കട്ടെ. ആ കാര്യങ്ങളെ നിങ്ങൾ പഠിച്ചതിന് കണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ നിങ്ങളെ കുടുംബ ജീവനത്ത് എങ്ങനത്തെ ആ ഒരു ബറക്കത്തും ആ ഒരു പിറുസപ്പാടും ചൊന്നു തീർക്കോ സാധ്യമല്ല. നിങ്ങൾ ഇതിൻ്റെ ചൊമ്മത്ത ആൾമാർ ഈ ഒരു കുടുംബ ജീവന ഈ ഒരു ഫാമിലി ലൈഫിൻ്റെ വിഷയത്തിൽ പല ആൾമാരും സോത്തുപോയതായിട്ടിക്കടെ ഞങ്ങളുടെ കണ്ടോണ്ടുള്ളത്. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസിൽ ഞങ്ങൾക്ക് പഠിപ്പാടിത്തണ്ട് ഒരു മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക കണിക്കത്തെ വലിയ ഒരു നസീബ് സൗഭാഗ്യം എന്തിനു കേട്ടെങ്കിൽ അവന് ഒരു തഖ്വ ഉള്ള കടിക്കത്തെ എല്ലാ വിഷയത്തിലും പടച്ച റബ്ബിനെ പേടിക്കിട കണിക്കത്തെ ഒരു മനുഷ്യ അതവന് കിട്ടുക കണിക്കത്തെ വലിയൊരു സൗഭാഗ്യമായിട്ടിക്കണേറ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലി. എന്നിട്ട് ചൊല്ലുന്ന വിധങ്ങ ഇത് കഴിഞ്ഞേന് കണ്ടെങ്കിൽ ഈ ഒരു തഖ്വ കഴിഞ്ഞേന് കണ്ടെങ്കിൽ ഒരു മനുഷ്യ കിട്ടുക ഏറ്റവും വലിയൊരു സൗഭാഗ്യം ചൊല്ലത് ഒരു സ്വാലിഹത്തായ പെഞ്ഞായി കിട്ടലായിട്ടിക്കടെ അവനെ സംബന്ധിച്ചോടത്തോളം വലിയൊരു നസീബ് വലിയൊരു സൗഭാഗ്യം. ഇപ്പോൾ ഒരു പെഞ്ഞായിനെ സംബന്ധിച്ചോടത്തോളം അങ്ങനെ ആയിട്ടിക്കടെ അവളെ സംബന്ധിച്ചോടത്തോളം അവളെ വലിയ സൗഭാഗ്യം എന്തിനു കേട്ടെങ്കിൽ ഒരു സ്വാലിഹായ ഒരു മാപ്പിൽ കിട്ടതെന്ന് ചൊല്ലത് അവളെ സംബന്ധിച്ചോടത്തോളം വലിയ നസീബായിട്ടിക്കടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വേറെ ഹദീസിൽ ചൊല്ലോ മിൻ സഅദത്തി ബിനി ആദം ഒരു മനുഷ്യയുടെ അവൻ്റെ വലിയ ഒരു സക്സസ് അവൻ്റെ ഒരു വലിയ വിജയത്തിൽപ്പെട്ടതായിട്ടിക്കടെ അൽ മർഅത്തു സ്വാലിഹ 3 വിഷയം ചൊല്ലത്. ഒരു മനുഷ്യയുടെ അവനൊരു ലക്കി പേഴ്സൺ ആവുകൊണ്ട് കണ്ടെങ്കിൽ അവിടെ 3 വിഷയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലി. ഈ ഒരു 3 വിഷയം അവൻ്റെ ഇന്തുണ്ട് കണ്ടെങ്കിൽ അവനൊരു ലക്കി മാൻ അവനൊരു വിജയിയായിട്ടിക്കടാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലി. അതിൽ ഒന്നാമത്തേത് അൽ മർഅത്തു സ്വാലിഹ ഒരു സ്വാലിഹായ ഒരു പെഞ്ഞായിരം അടുത്ത് കിട്ടിയതിന് കണ്ടെങ്കിൽ അവന് വിജയിച്ചാണ്ടായിട്ടിക്കണ അവൻ്റെ ലൈഫ് അവന് സക്സസ് ആയ ഒരു ലക്കി പേഴ്സൺ ആയിട്ടിക്കണേട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിക്കുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു കാര്യമുണ്ടോ ഞങ്ങൾ കിട്ടണിക്കത്തെ അല്ലെങ്കിൽ ഞങ്ങളെ പെഞ്ഞായി സ്വാലിഹത്ത് അല്ലാണ്ട് കണ്ടെങ്കിൽ അത് അവനെ സംബന്ധിച്ചോടത്തോളം വലിയൊരു ബേജാറും വലിയൊരു പരാജയവുമായിട്ടിക്കണം. അതൊരു പെണ്ണിനെ സംബന്ധിച്ചോടത്തോളം അങ്ങനെയായിട്ടിക്കണം. രണ്ടാമത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോ അൽ മസ്കനു സ്വാലിഹ ഒരു നല്ല അക മസ്കൻ ചൊന്നെങ്കിൽ ഒരു സമാധാനമുള്ള കേന്ദ്രമായിട്ടിരിക്കണം. അകത്തേക്ക് പരിശുദ്ധമായ ഈ അറബിൽ ചൊല്ലത് ഒരു സമാധാനത്തെ കേന്ദ്രമായിട്ടിരിക്കട്ടെ. ഒരു സമാധാനമുള്ള കണിക്കത്തെ ഒരു വിശാലമായ നല്ലൊരു അകവറുത്ത് കിട്ടിയതിന് കണ്ടെങ്കിൽ അതുകൊണ്ട് വലിയൊരു സൗഭാഗ്യമായിട്ടിരിക്കട്ടെ. മൂന്നാമത്തേത് അൽ മർക്കബു സ്വാലിഹ നല്ല ഒരു ഗാഡി. ചില ആൾമാർ നിങ്ങൾ നോക്കിയാൽ ഈ ചില ഗാഡിയെല്ലാം അവിടെ ഇവിടെ നിൽക്കുന്നതും അപ്പോൾ ഗ്യാരേജ് പടി ഇങ്ങനെ പ്രോബ്ലം ആയതിന് കണ്ടെങ്കിൽ അത് വലിയ ടെൻഷൻ ആയിട്ടിരിക്കും വലിയ ബേജാറായിട്ടിരിക്കണം. അപ്പോൾ ഒരു നല്ല ഗാഡി ഉണ്ടാവുക അതേപോലെ നല്ലൊരു അക നല്ലൊരു സ്വാലിഹത്തായ കണിക്കത്തെ ഒരു പെണ്ണ് ഒരു പെഞ്ഞായ ഒരാളെ കിട്ടുന്ന കണ്ടെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൗഭാഗ്യമായിട്ടിക്കണേറ്റ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നതായിട്ടിരിക്കും. അപ്പോൾ ഒരു സ്വാലിഹത്തായ പെണ്ണിടെ 6 ഗുണങ്ങൾ അത് എന്തെല്ലാമായിട്ടിക്കണം നിങ്ങൾ നോക്കൂ. ഇത് ചൊല്ലുമ്പോഴത്തേക്കോ നിങ്ങളെ പെണ്ണുങ്ങൾ കേൾക്കുവാറപ്പ മാപ്പിള സ്വാലിഹാവുണ്ട് കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ വിഷയമെല്ലാം ചൊല്ലുക. അപ്പോൾ ഒരു പെണ്ണായവലോ അവള് സ്വാലിഹത്താവുണ്ട് കണ്ടെങ്കിൽ അവള് ബേനായ കണിക്കത്തെ 6 ഗുണത്തിൽ ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇതാ നളറ ഇലൈഹ സർറത്തു. ഇപ്പം ഞാൻ സ്വാലിഹത്തിൻ്റെ വിഷയം ചൊല്ലുമ്പോഴത്തേക്കോ ഞങ്ങൾ ഒരു സ്വാലിഹാമായിട്ടിക്കട ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കരുത്. അല്ലാണ്ട് ഞങ്ങൾ സ്വാലിഹത്തെ നോക്കും. ഇപ്പോൾ പരിശുദ്ധമായ ഖുർആൻ വൽഹഖ്നാ ബിസ്വാലിഹീൻ ഞങ്ങളെ സ്വാലിഹീങ്ങൾ പെടുത്തുന്നുണ്ടായിട്ടിക്കടെ അമ്പിയാക്കന്മാരെയും അതേപോലെ ആ ഒരു ദുആ ആയിട്ടിക്കടെ പരിശുദ്ധമായ
ഒരു ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാട് അപ്പോൾ നിങ്ങൾ സ്വാലിഹായെങ്കിലും കണ്ടെങ്കിൽ മാത്രമായിട്ടിക്കടെ നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നാളെ സ്വർഗത്തിൽ എത്രതെല്ലാം ആ ഒരു സ്വാലിഹത്തായ ആ ഒരു അവസ്ഥയ്ക്ക് എത്തുമ്പോയിട്ടിക്കടെ പരിശുദ്ധമായ റബ്ബ് ആ ഒരു സ്വാലിഹത്തായ ആൽമാരെ കൂട്ടത്തിൽ നിങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ ഏതായിട്ട് ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ഇദാ നളറ ഇലൈഹ സറത്തുഹു അവളെ നോക്കിയിട്ട് കണ്ടെങ്കിൽ ആ ഒരു മാപ്പിലേക്ക് വലിയൊരു സന്തോഷം കിട്ടേണ്ടി കണ്ടെങ്കിൽ വലിയൊരു ഖുഷി വലിയൊരു സമാധാനം കിട്ടേണ്ടി കണ്ടെങ്കിൽ ആ ഒരു പെണ്ണ് സ്വാലിഹത്തായ പെണ്ണായിട്ടിക്കിടയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് അവലെ ആ ഒരു സ്വഭാവ ഗുണം അവലെ ആ പുഞ്ചിരിക്കുക ഇങ്ങനെ അവലെ ആ ഒരു നോട്ട് എല്ലാ വിഷയത്തിലും ആ മാപ്പിലായ ഉണക്ക് വലിയൊരു സമാധാനം അല്ലെ വലിയൊരു സക്കീനത്തെല്ലാം കിട്ടേണ്ടി കണ്ടെങ്കിൽ സന്തോഷം കിട്ടേണ്ടി കണ്ടെങ്കിൽ ആ ഒരു പെഞ്ഞായി സ്വാലിഹത്തായിട്ടിക്കിടയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതായിട്ടിക്കിടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് അതിനാ ചൊല്ല അഗത്യമില്ല ഒരു പെഞ്ഞായ അവലെ കാണുമ്പോഴത്തേക്ക് മാപ്പിലേക്ക് അർസബുണ്ട് ആ മാപ്പിലയും സ്വാലിഹാവണം അത് വേറെ വിഷയമായിട്ടിക്കിടെ അവർ മാപ്പിലായ മനുഷ്യക്ക് അർസബുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ പെഞ്ഞായിട്ട് സംബന്ധിച്ചോടത്തോളം വലിയ ബേജാറുള്ള എനിക്കെത്തൊരു വിഷയമായിട്ടിക്കിടെ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു കുടുംബ ജീവനം വെച്ചാൽ ലോകത്തേക്ക് മാതിരിയായിട്ടിക്കിടെ ആ ഖദീജവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു കുടുംബ ജീവനാണ് ചൊല്ലത് അതിന് എങ്ങനെ വർണ്ണിക്കണം ആ ഒരു പിരിസപ്പാടും ആ ഒരു ഒത്തൊരുമയെല്ലാം അങ്ങനെ ആ ഒരു ജീവനെ കണ്ടിട്ട് ഓരോ മുസ്ലിം പഠിക്കണായി എനിക്കത്തൊരു വിഷയമായിട്ടിക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ഞാൻ എത്ര ബേജാലും എത്രേ ദുഃഖത്തിൽ വന്നിട്ട് ആ ഒരു ഖദീജ ഉമ്മയുടെ മുഖം നോക്കുമ്പോഴത്തേക്കോ തൻ്റെ എല്ലാ ബേജാറും എല്ലാ ദുഃഖവും എല്ലാ ടെൻഷനും പോയോണ്ടിണ്ടായിട്ടിക്കിടെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അപ്പോൾ ആ ഒരു ഔത്ര ഉൽഗ ഒരു മാപ്പിലെ പെഞ്ഞായി അങ്ങനെ ആ ഒരു പിരിസപ്പാട് അതെല്ലാം ഞങ്ങളെ മക്കങ്ങ കാണുമ്പോഴത്തേക്കും അങ്ങും അതിലൂടെ ചമ്മ കാര്യങ്ങൾ പഠിക്കുക ഞങ്ങൾ ചില പിരിസപ്പാടല്ല ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു ഒരു മാപ്പിലെ പെഞ്ഞായി എന്താ ഒട്ടിಗೆ തെച്ചിട്ട് തിന്ന എന്നിട്ട് മാപ്പിലായോണ്ട് എന്താക്കുക പെഞ്ഞായിയുടെ ഭാഗം ആ ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പെഞ്ഞായി മാപ്പിളി ഈ പിരിസപ്പാടെല്ലാം ഞങ്ങളെ മക്ക കണ്ടെങ്കിൽ അത് എപ്പത്തുക്കും തെരുത്തപ്പുക്കും സാധ്യമല്ല കാരണം യഥാർത്ഥമായിട്ടുള്ള ഒരു പിരിസപ്പാടെല്ലാമായിട്ടിക്കിടെ ഇതെല്ലാം ചൊല്ലത് അപ്പോൾ അതായിട്ടിക്കിടെ ഞങ്ങളെ ലൈഫിൽ പണ്ടാണ് കണ്ടെങ്കിൽ നീ ഒരു പെഞ്ഞായിരെ കാണുമ്പോഴത്തുക അങ്ങനെ സലാം ചൊല്ല പെഞ്ഞായി അവൾ സലാം ചൊല്ല ഇങ്ങനെ പുഞ്ചിരിക്കുക സമാധാനം സപ്പോർട്ടാക്കി ഇങ്ങനത്തെ വിഷയത്തിലെല്ലാം ഒരു പെഞ്ഞായി മുന്നൂൽ ഇന്ത്യയുടെ കണ്ടെങ്കിൽ അവൾ സ്വാലിഹത്തായ ഒരു പെണ്ണായിട്ടിക്കിടേണ്ട ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി തന്നെ എനിക്കത്തെ വിഷയമായിട്ടിക്കിടെ രണ്ടാമത്തേത് വൈദ അമറഹ അത്വാഅത്ഹ അവലയിൽ എന്തെങ്കിലും മാപ്പിൽ എന്തെങ്കിലും ഒരു വിഷയം ചൊന്നേന് കണ്ടെങ്കിൽ അനുസരിക്കണ കണിക്കത്തെ നല്ല വിഷയത്തെ മാപ്പിലെ ചൊല്ല കണിക്കത്തെ നല്ല കാര്യങ്ങൾ അനുസരിക്കണ കണിക്കത്തെ ഒരു പെണ്ണ് ഒരു പെഞ്ഞായി അവളൊരു സ്വാലിഹത്തായ പെണ്ണായിട്ടിക്കിടേണ്ട ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വിഷയങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട കണിക്കത്തെ കാര്യത്തിൽ അവർ മാപ്പിലെ കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കണ കണിക്കത്തെ ഒരു പെണ്ണ് അവൾ സ്വാലിഹത്തായിട്ടിക്കിടേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ട് അതേ സമയത്തുള്ള മാപ്പിലായോണോ പരിശുദ്ധമായ ഇസ്ലാം ഹറാമാക്കി കണിക്കുക തുറമാപ്പിൽ വെച്ചാൽ പെഞ്ഞായിരയിൽ ഇനി നീനെ തല മുച്ചണ്ടടി നീനെ തല തുറന്നിട്ട് നടന്നെങ്കിൽ മയ്യ നീനെ നിസ്കരിക്കേണ്ട നീ നിസ്കരിക്കേണ്ട അഗത്യമില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു എൻജോയ് ആയിട്ട് ഇങ്ങനെ ജീവിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മാപ്പിലായ ഒന്ന് കൽപ്പിക്കലാണ് കണ്ടെങ്കിൽ അതൊക്കെല്ലാം അനുസരിക്കോ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാടി തന്നെ അല്ലാഹ് ഇഷ്ടപ്പെട്ട കണിക്കത്തെ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് അതിൽ അനുസരിക്കായിട്ടിക്കിടെ ഒരു പെഞ്ഞായോട്ട് കാണുന്നേ നിങ്ങൾ ഒരു പെഞ്ഞായ ഇപ്പോൾ അവലിൽ എത്രേ കാസിക്കെട്ട് എത്ര കോടിക്കണക്കിൽ പൈസ ഇന്നേന് കണ്ടെങ്കിലും അവള് ചെലവ് നോക്കണ എല്ലാം മാപ്പിലമേ ആയിട്ടിക്കട അവൾക്ക് മാപ്പിലേക്ക് ചെലവ് കൊടുക്കുക അല്ലെ മക്കൾ ചെലവ് കൊടുക്കുക വിഷയത്തെ വിശുദ്ധമായി ഇസ്ലാം പിന്നെ അവളെ എല്ലാ ചെലവും അവളെല്ലാ വിഷയവും അത് ആക്കി കൊടുക്കണായതും ചെലവ് കൊടുക്കണായതും മാപ്പിളെ മേൽ കർത്തവ്യമായിട്ട് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പാട്ടി തന്നതായിട്ടിക്കട അപ്പോൾ ആ പിഞ്ഞായാവലും അങ്ങനെ അനുസരിക്കുമ്പോൾ ആയിട്ടിക്കട അവൾക്ക് സ്വർഗ്ഗം ഇപ്പം നിങ്ങൾ കുറവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പാട്ടിട്ട് ഒരു പെഞ്ഞായാവലും മരിച്ച സമയത്തിൽ മാപ്പിളെ പുറത്ത് ഇന്നിട്ടായിട്ടിക്കടെ ആ ഒരു തൃപ്തി എന്നിട്ടായിട്ടിക്കട ആ ഒരു പെഞ്ഞായൽ മരിച്ചു പോകണേ കണ്ടെങ്കിൽ ദഖലത്തിൽ ജന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു അവൾ സ്വർഗത്തിൽ കടക്കാൻ ചെന്നല്ല അവൾ സ്വർഗത്തിൽ കടന്നിട്ടായിത്തുണ്ടായിട്ടിക്കടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി തന്നെ എത്ര സ്ഥാനം നോക്കൂ മാത്രമല്ല ഓരോ മദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു കാലത്തിൽ ഓരോ മാപ്പിലായവൻ എന്താക്കട ദൂരെ ഒരു യാത്ര പോകുമ്പോൾ പെഞ്ഞാൽ ചൊല്ലു നീനെ ഔത്ര പുറത്തു പോകുന്ന ഏതൊരു വിഷയത്തും ഔത്ര പുറത്ത് നീ പോകുതിനായിട്ട് മാപ്പിൽ
മാപ്പിലായവനോ പെഞ്ഞായിരെ ആജ്ഞാക്കിയിട്ട് ചൊന്നിട്ടായിട്ട് ഇക്കടെ പോകേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇക്കടെ ഈ പെഞ്ഞായിയുടെ ബാപ്പക്ക് ഉഷാറില്ലാണ്ട് അവിടേത് ഉഷാറില്ല സമയത്ത് ബാപ്പടെ ഒന്ന് നോക്കണല്ലേ. ഇപ്പം എന്തിനാക്കടെ മാപ്പില പുറത്ത് പോകണ്ട ചൊന്നരല്ലേ എന്തിനാക്കടെ. അപ്പോൾ ഈ പെഞ്ഞായി പെണ്ണായ അവൾ എന്താക്കടെ ഒരാളെ മുത്തുനബി തങ്ങളെ മുട്ട കടത്തിയിട്ട് ഇങ്ങനെ ബാപ്പ ഉഷാറില്ല മാപ്പിലായി പുറത്ത് പോകണം ചെയ്തു. എന്തിനാക്കും ചൊല്ലുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ ഔത്തുൽഗമേ നീ പുറത്ത് പോകണ്ടാന്ന് ചൊന്നു. അങ്ങനെ ബാപ്പ ജോറ് ഉഷാറില്ലാണ്ടായിട്ട് ആ സമയത്തിൽ ഒരാളെ കിടത്തി ഇങ്ങനെ നോക്കി ബന്ധങ്ങനെ അപ്പം നബി തങ്ങൾ ചൊന്നു അവൾ ഔത്തുൽഗമേ ഇക്കട്ടെ. ആ പിന്നെ നോക്കുമ്പോൾ ആ ഒരു രോഗത്തിൽ ബാപ്പ മരിച്ചുപോയ സമയത്ത് ബാപ്പട മയ്യത്ത് നോക്കുവാനായിട്ട് ഇപ്പം എന്തിനാക്കട പോകണ്ടേ. അങ്ങനെ ചൊന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചൊന്നിട്ട് ആ നബി തങ്ങൾ ചൊന്നു അവൾ ഔത്തുൽഗമേ ഇക്കട്ടെ മാപ്പിൽ അനുസരിക്കട്ടെ ചൊന്നിട്ടാകുമ്പോൾ ആ പെണ്ണെന്താക്കടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ ആ മാപ്പിളിൻ്റെ പലക്കത്തേക്ക് എതിരാവായിട്ട് മാപ്പിളിൻ്റെ അനുസരിച്ചവർ കാണും കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ആ ഒരു പെണ്ണിടെ ആ ഒരു പെഞ്ഞായുടെ അവലെ ബാപ്പ ആ ഒരു മോലായ പോലെ ആ ഒരു അനുസരണെ കണ്ടിട്ട് അള്ളാഹു തആല ആ മരിച്ചുപോയ ബാപ്പയുടെ എല്ലാ ദോഷവും പുറത്തു കൊടുത്തിട്ടോ സ്വർഗം അള്ളാഹു തആല കൊടുത്താണ്ടായിരിക്കടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാണ് കാണുന്നത്. ആ മാപ്പിൾക്ക് അനുസരിച്ച് കാണും കൊണ്ടിട്ട് ആ ഒരു ബാപ്പ കിട്ടിയ എനിക്ക് ഒരു സൗഭാഗ്യമായിട്ടിക്കടെ ഇതെല്ലാം. അപ്പോൾ ഒരു പെണ്ണായവളോ മാപ്പിളുടെ അനുസരിക്കുമ്പോഴായിട്ട് നല്ല കാര്യത്തെ ഏതെല്ലാം നല്ല വിഷയം കൊണ്ട് അതൊക്കെ അനുസരിക്കുമ്പോഴായിട്ടിക്കടെ അവളൊരു സ്വാലിഹത്തായ പെണ്ണാവിടെയിട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി തന്നെ കഴിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. മൂന്നാമത്തത് മാപ്പിള ഇല്ലാത്ത സമയത്ത് മുട്ടയില്ലാത്ത അല്ലെങ്കിൽ ഔത്തില്ലാത്ത സമയത്തിൽ അവളുടെ ശരീരത്തെയും അവരെല്ലാ വിഷയത്തിലും ജാഗ്രത ആക്കടെ കഴിക്കത്ത. മാപ്പിള ഇക്കുമ്പോൾ എങ്ങനെയായിട്ട് കിടന്ന് അതേ രൂപത്തിൽ മാപ്പിള ഇല്ലാത്ത സമയത്തിലും ജാഗ്രത ആക്കടെ കഴിക്കത്തൊരു പെണ്ണ് ബാക്കിയൊരു വിഷയത്തുക അന്യപുരുഷ ബാക്കി ഏതൊരു വിഷയത്തുക പോവാണ്ട് അവളെ ശരീരത്തെ ജാഗ്രത ആക്കിയിട്ട് വേറെ ഒന്നുകും ഒരു ഹറാമായ വിഷയത്തുക പോവാണ്ട് അവളെ ശരീരത്തെയും അവളെ എല്ലാ വിഷയത്തിലും പടച്ച റബ്ബിടെ ആ ഒരു പേടിച്ചിട്ട് തഖ്വ ചെയ്യുന്ന കഴിക്കത്തെ ആ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ സ്വാലിഹത്തായ പെണ്ണായിട്ട് കിട. നാലാമത്തത് ഇആനത്തു സൗജി അലാ ഉമൂരി ദീനിഹി അവർ മാപ്പിളുടെ ദീനിയായ വിഷയത്തിലെല്ലാം സഹായിക്കണ കഴിക്കത്തൊരു വിഷയം. മാപ്പിള നിസ്കരിക്കില്ലെങ്കിൽ അവൾ നിസ്കരിക്കില്ല അങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ വിട്ടുപിട്ടല്ല ഒരു നിസ്കരിക്കില്ലാണ് കണ്ടെങ്കിൽ ചൊന്നു പിടിച്ചിട്ടല്ല ആ മാപ്പിലായവനകോ ആ പടിപ്പാടി കൊടുത്തിട്ടും നിസ്കരിപ്പാട്ടിട്ടും ചില മാപ്പിളമാർക്കെല്ലാം ഞങ്ങൾക്ക് ബേനായ പോലെ ദീൻ്റെ വിഷയം കൊന്തിക്കില്ല. എത്രയോ പെഞ്ഞായി മങ്ങിലായാൽ പിന്നെ അങ്ങനെ ആ ഒരു മാപ്പിൻ്റെ ബേനായ രൂപത്തിൽ നിസ്കാരം അതുപോലെ ഖുർആനെല്ലാം പഠിപ്പാട്ടിട്ട് അങ്ങനെ ഒരു നല്ല ദീനീ ബോധമില്ല എനിക്കത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തുമാട്ടി എനിക്കത്തെ എത്രയോ പെഞ്ഞായിമാരുള്ള അത് ആ സ്വാലിഹത്തായ എനിക്കത്തെ ഒരു പെണ്ണിടെ അടയാളമായിട്ട് കിടന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി എവിടുത്തോളം ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ ചൊല്ലു റഹിമല്ലാഹു ഇംറഅതൻ ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്ത് വഅയ്ഖലത്ത് സൗജഹാ ഫഇൻ അബാ നളിജത്ത് ഫി വജ്ഹി അൽമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ഒരു ഹദീസ് ഒരു പെഞ്ഞായ അവൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ അവൾ സുബൈക്ക് എനിക്കിടാൽ എഞ്ചൽ പിന്നെ അവളെ മാപ്പിള വിളിച്ചിട്ട് എനിപ്പാട്ടി നിസ്കരിപ്പാട്ടാൽ ഇനിയിപ്പോൾ അവന് എഞ്ചില്ലാണ്ട് കണ്ടെങ്കിൽ തന്നിയെല്ലാം കുഴഞ്ഞിട്ട് അവിടെ ഇങ്ങനെല്ലാം ആക്കി വിളിച്ചിട്ട് നിസ്കരിപ്പാട്ട് കഴിക്കത്തൊരു പെഞ്ഞായ അവൾക്കോ അള്ളാഹുടെ റഹ്മത്തുണ്ടാവട്ടെ നബിത്തങ്ങ ദ്വാർന്ന് കഴിക്കത്തൊരു വിഷയമായിട്ട് അപ്പുറം മാപ്പിളയായവൻ്റെ വിഷയത്തിൽ അവൻ്റെ ദീനിയായ ചില മാപ്പിള നല്ല ബിസിനസ് ആക്കിടങ്ങി ഇക്കിടാർ. പക്ഷെ അങ്ങ് ഒരു സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ അങ്ങ് അതിനൊരു ബോധയിക്കില്ല. അപ്പോൾ പെഞ്ഞായാലോ ആ സക്കാത്ത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. അതപ്പുറം ഈ പ്രാവത്തിറ ഇല്ലെങ്കിൽ നിങ്ങൾ ഹറാമത്തിൻ്റെ പോലെ ആവിടോ. അതേപോലെ നിസ്കാരത വിഷയത്തിലും നോമ്പുടെ വിഷയത്തിലും ചിലപ്പോൾ പേനായ പോലെ കാസും ആസ്തിയും എല്ലാം ഇക്കും എന്നിട്ടും ഒരു ഉംറത്തുക ഹജ്ജിക പോയിട്ട് അപ്പോൾ പെഞ്ഞായാവലോ ആ വിഷയങ്ങളിൽ ചൊന്നിട്ടും മാപ്പിളക്ക് അതിനെ സംജാക്കി കൊടുത്തിട്ടു ആ ഒരു ദീനിയായ ഒരു ബോധത്തേക്ക് എത്തുപാട്ട് കണ്ടെങ്കിൽ അതൊരു സ്വാലിഹത്തായ പെണ്ണിനെ എനിക്കത്തെ ഒരു അടയാളമായിട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി തന്നത്. അതേപോലെ അഞ്ചാമത്തത് മാപ്പിളുടെ എന്തെങ്കിലും ന്യൂന്യത്തെ കുറത്തങ്ങ ഇന്നേന് കണ്ടെങ്കിൽ അത് ദുനിയാവിടേ പാടാണ്ട് ദുനിയാവിടേ ചൊല്ലാണ്ട് അതിനെ ഉച്ചുവെക്കര കണിക്കത്തൊരു അവസ്ഥ. ചിലപ്പോൾ എന്തെങ്കിലും മാപ്പിള എന്ത് ഇന്നേന് കണ്ടെങ്കിലും അതിനെ ഇടേ പാടിയോട്ടും നടന്നോട്ടും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വിഷയമായിട്ട് കണ്ടെങ്കിൽ അത് ഉമ്മടെ ഒത്തുലോ ചൊന്നിട്ടോ അതിനെ ഇങ്ങനെ വലിയ കാര്യമാക്കിയ കണിക്കത്ത് ചില പെഞ്ഞായിമാർ അതെല്ലാം തീരാണ്ടായിട്ട് കിടിപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂ ഇന്നേന് കണ്ടെങ്കിൽ വലിയൊരു അവസ്ഥയ്ക്ക് വേറെ അവിടെ കണിക്കത്തൊരു അവസ്ഥയ്ക്ക് എത്ര സമയത്തിൽ ചിലപ്പോൾ ഇങ്ങനത്തെ സീക്രട്ട് ചൊല്ലി വിഷയമല്ല നാ ചൊന്നത്. അതേ സമയത്തിൽ ചെറിയ ന്യൂനത്ര മനുഷ്യാമത്തുകല്ല ഇക്കഴുതായിട്ട് ഇക്കടെ അപ്പോൾ അതിനെ വിഷയം അതിനെ ബലിയാക്കിയിട്ട് അത് ഇത്ര ആൾമാർ ചൊന്നിട്ടോ ഒരു മാപ്പിളുടെ കീഴാക്കിട കണിക്കത്തെ ഒരു അവസ്ഥ പെഞ്ഞായിമാരുടെ ഭാഗത്തിൽ ഉണ്ടാകൂ തീരാണ്ടായിട്ട് ഇക്കടെ. ആറാമത്തെ വിഷയം ചൊല്ലത് ലാ തംനു നഫ്സഹ അൻഹു ഖദ്റസ്തിത്വ അതായത് പിന്നെ ലൈംഗികമായിട്ടുള്ള സെക്ഷുവലായിട്ടുള്ള വിഷയത്തുക മാപ്പിള വിളിക്കുമ്പോൾ അവൾക്ക് അതൊക്കെ സാധ്യമാവുന്നുണ്ടെങ്കിൽ അതൊക്കെ സഹകരിക്കൊണ്ടായിട്ട് കിടക്ക് എന്തെല്ലാം ചൊന്നിട്ടിങ്ങനെ
പിന്നെ കാണും മാപ്പിളിൻ്റെ ഒരു അവൻ്റെ ഒരു ലൈഫും കൂടിയായിട്ടിക്കട. അപ്പോൾ അതും കൂടി അർത്ഥാക്കിയിട്ട് അപ്പോൾ ഒരു റാഹത്തുള്ള എനിക്കത്തൊരു സമയം ഉണ്ടാകുമ്പോഴത്തേക്കോ അതൊക്കെല്ലാം ഒന്ന് ബേനായ രൂപത്തിൽ സഹകരിക്കണ എനിക്കത്തൊരു പെണ്ണാവുണ്ടായിരിക്കും. അതേ സമയത്തിൽ ചിലപ്പോൾ മെൻസസായ സമയം അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ഇസ്ലാം ഹറാമാക്കിയ രൂപത്തിലുള്ള എനിക്കത്തെ ഈ ലൈംഗിക സമ്പർക്കം ആ വിഷയമല്ല നാച്ചുള്ളത്. അതേ സമയത്ത് ഒരു മാപ്പിലായവണോ അവൻ്റെ ആ ഒരു സെക്ഷുവൽ ആയിട്ടുള്ള വിഷയം തീർക്കോബേനായിട്ട് ഒരു പെഞ്ഞായിട്ട് വിളിക്കും. അതൊക്കെ ബേനായ രൂപത്തിൽ സഹകരിക്കണ എനിക്കത്തൊരു പെണ്ണ് അത് ഒരു സ്വാലിഹത്തായ പെണ്ണിടെ ഒരു ലക്ഷണമായിട്ടിക്കടെ ഗുണമായിട്ടിക്കടായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ വിഷയമെല്ലാം നിങ്ങൾക്ക് പഠിപ്പാടി തന്നതായിട്ടിക്കടെ. അപ്പോൾ ഒരു സ്വാലിഹത്തായ പെണ്ണുക ബേനായി എനിക്കത്തെ ക്വാളിറ്റി എല്ലാം ആയിട്ടിക്കടെ ഈ ഒരു ക്ലാസ്സിൽ നാ നിങ്ങളിട്ട് ചൊന്നത്. അപ്പോൾ ഈ കാര്യമെല്ലാം അർത്ഥാക്കുക നിങ്ങൾ ലൈഫ് കാണുന്നെങ്കിൽ ചെറിയൊരു ലൈഫായിട്ടിക്കടെ ഈ ദുനിയാവും ചൊല്ലുന്നത് യാറെക്കാലം നിങ്ങൾ ജീവിക്കരുതല്ല. അപ്പോൾ ഒരു എല്ലാവരും തൃപ്തിപ്പെട്ട കണിക്കത്ത രൂപത്തിൽ നിങ്ങൾ ജീവിക്കാണ്ട് കണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഫാമിലി ലൈഫ് ചൊന്ന് അങ്ങനെ ആയിട്ടിക്കടെ നിങ്ങൾ പരസ്പരം ഒരു പിത്ത് പിരിസപ്പാൾ ഒരു ഒത്തുറുമൽ പോകുമ്പോയിട്ടിക്കടെ നിങ്ങൾ ആ ഒരു ലൈഫ് ചന്തത്തിൽ പോകേണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ മക്കങ്ങ കാണുമ്പോയിട്ടിക്കടെ അങ്ങനെ ലൈഫും അങ്ങനെ എല്ലാ വിഷയം അങ്ങ് പഠിക്കുന്നതും അങ്ങനെ എല്ലാവരുതെല്ലാം ഞങ്ങളെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഈ കാര്യമെല്ലാം അർത്ഥാക്കിയിട്ട് നിങ്ങൾ ലൈഫിലെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പെഞ്ഞായിമാർ ഇങ്ങനെ ആക്കിടാണ്ട് കണ്ടെങ്കിൽ അത് അങ്ങ് സ്വാലിഹത്താവിടെ കിടക്കത്തെ ഒരു ഗുണങ്ങായിട്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടിയതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ആ ഒരു ഫാമിലി ലൈഫിൽ കുടുംബ ജീവിതത്തിൽ പടച്ച റബ്ബ് എല്ലാവിധ ഖൈറും ബറക്കത്തും സക്കീനത്തും അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ രൂപത്തിലും നല്ല പിരുസപ്പാട് ഒത്തൊരുമയിൽ ജീവിക്കുക യജമാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ ഞങ്ങളെ ഞാൻ എപ്പോഴും ചൊല്ലതായിട്ടിരിക്കുന്നത് ഞങ്ങളെ എല്ലാ തിങ്കളുള്ള എനിക്കത്തെ ഉംറ ബാച്ച് ഇൻഷാ അല്ലാഹ് ഈ തിങ്കൾ ഞങ്ങളുടെ 23 25 സെപ്റ്റംബർ ഇൻഷാ അല്ലാഹ് ഒക്ടോബർ തിങ്കളും നവംബർ തിങ്കളെല്ലാം ഞങ്ങൾ ഉംറ ബാച്ച് ഉണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഞങ്ങളൊട്ടിക ബണ്ടാണ്ട് കണ്ടെങ്കിൽ മക്കത്തിലുള്ള എനിക്കത്തെ എല്ലാ പ്ലേസും അതേപോലെ മദീനത്തിലുള്ള എനിക്ക് 30 പ്ലേസ് എല്ലാ ചരിത്ര ജാഗ പോയിട്ട് അവിടുത്തെ ചരിത്രം ചെന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാവിടെ എനിക്കത്തെ രൂപത്തിൽ പോയാൽ പിന്നെ ഒരു എക്സ്ട്രാ ചാർജ് എടുക്കണം ഇങ്ങനത്തെ ഒരു വിഷയവുമില്ല. എല്ലാം നിങ്ങൾക്ക് റാഹത്താവുടെ രൂപത്തിലായിട്ടിക്കടെ ഞങ്ങളൊരു യാത്ര ഞാൻ ചൊല്ലത് റഹമുറാഹിമീനായ റബ്ബ്. നിങ്ങൾ ആരെങ്കിലും ബണ്ടാണ്ട് കണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ആവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.